കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും വരാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന നന്മ? നമ്മുടെ നന്മയെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രവാചക പുസ്തകത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നാം ചെയ്യുന്ന നന്മയെല്ലാം കറ പുരണ്ട തുണി പോലെ അത്രേ. കാരണം മനുഷ്യൻ്റെ കരങ്ങളെല്ലാം പാപത്തിൻ്റെ കറകൾ നിറഞ്ഞതാണ്. പാപത്തിൻ്റെ കറകൾ നിറഞ്ഞ മനുഷ്യൻ്റെ കയ്യിലൂടെ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയും ഒരു നന്മ പ്രവൃത്തിയും കർത്താവിന് നന്മയായിട്ട് നമുക്ക് അത് തോന്നുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രമാത്രം കറ പുരണ്ട നമ്മുടെ കരങ്ങൾ കൊണ്ടുള്ള പുണ്യപ്രവൃത്തികൾ അല്ല നിത്യജീവനിലേക്ക് നമ്മളെ നടത്തുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ആഹാരമില്ലാതിരിക്കുന്നത് കാണുമ്പോൾ നമ്മളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ആരെങ്കിലും വസ്ത്രമില്ലാതിരുന്നാൽ നമ്മളവർക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. രോഗിയായിരിക്കുന്നവരെ നമ്മൾ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള നന്മകൾ, നമ്മുടെ ദൃഷ്ടിയിൽ നന്മകളെന്ന് തോന്നുന്നത് നമ്മളെല്ലാം ചെയ്യുന്നവരാണ് പ്രിയമുള്ളവർ. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന നന്മ ഇതൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് പറയുന്ന നന്മ എന്ന് പറയുന്നത് പിതാവ് അയച്ച പുത്രനെ വിശ്വസിക്കുന്നതാണ് നന്മ. അപ്പം യേശു കർത്താവിനെ വിശ്വസിക്കാൻ കഴിയുന്നതാണ്, യേശുവിൻ്റെ വചനത്തെ വിശ്വസിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതല്ലെങ്കിൽ ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. യേശു കർത്താവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതത്തിന് കർത്താവിൻ്റെ അനുഗ്രഹം അനുഭവിക്കാനിടയായിത്തീരും. മാത്രമല്ല, നമുക്കൊരു നിത്യജീവൻ ഉണ്ടാകും. നന്മ ചെയ്തവർ ജീവനായി നിത്യജീവന് വേണ്ടി ആയിത്തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. യേശുവിനെ സന്ദർശിതമായി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രയെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ അത് നന്മയായി കണക്കിടിയേല. അത് മരണത്തിലേക്ക് നമ്മളെ നടത്തും, നരകത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് യേശുവിനെ സന്ദർശിതമായി സ്വീകരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കാൻ നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് യേശുവിനെ സ്വന്തം സ്വീകരിച്ച് കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിച്ച് ജീവൻ പ്രാപിക്കുന്നവരായി, നിത്യജീവൻ പ്രാപിക്കുന്നവരായി തീരാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായി തീരാം. കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.